എന്തു പറയുന്നു എല്ലാവരും? സുഖമല്ലേ? കുറച്ച് ദിവസത്തേക്ക് വേണ്ടി നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 6 ദിവസത്തേക്ക് വേണ്ടി. അപ്പം നാട്ടിലെ കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ നിങ്ങളേക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലെ തറവാട്ടിൽ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാലളന്ന് കൊടുക്കുന്ന പരിപാടി നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ? എൻ്റെ വീട്ടിൽ പണ്ട് മുതലേ ഉണ്ട്. പണ്ടൊക്കെ ഞാനും ഈ പശുക്കളൊക്കെ പറമ്പിലോട്ട് അഴിച്ചു മാറ്റി കിട്ടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ വല്ലപ്പോഴൊക്കെ പോകുമ്പോൾ ചെയ്തു നോക്കും. മറന്നുകൊണ്ടോന്നറിയണ്ടേ? ഇതൊരു പഴയ തറവാട് വീടാണ് കേട്ടോ. മുന്നിലോട്ട് കുറച്ച് കോൺക്രീറ്റ് എക്സ്റ്റൻഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പഴയ തറവാട് തന്നെയാണ്. ഈ കാണുന്നത് ഞങ്ങളുടെ പണ്ടത്തെ തൊഴുത്തും ചായപ്പും എല്ലാം ആയിരുന്നു കേട്ടോ. പിന്നെ അത് വീടിൻ്റെ പുറകിലോട്ട് മാറ്റി. ഇതാണ് കേട്ടോ പണ്ടത്തെ അടുക്കള. പണ്ട് റെഡ് ഓക്സൈഡൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് ടൈൽസൊക്കെ ഇട്ടൊന്ന് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു അടിപൊളി പഴമ ഫീൽ ചെയ്യുന്നില്ലേ? അതിലൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല. നാട്ടിലിപ്പോഴും ഞങ്ങൾക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഭൂരിഭാഗം സാധനങ്ങളും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയാണ് എടുക്കാറുള്ളത്. പിന്നെ ഈ പൂവ് എന്താണെന്നറിയോ? ഞങ്ങളൊക്കെ ഇതിനെ 6 മാസ പൂവെന്നാണ് വിളിക്കാറ്. എസ്പെഷ്യലി ഓണത്തിന് പൂക്കളത്തിൽ അറ്റത്തുള്ള സർക്കിൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പൂ നമ്മൾ യൂസ് ചെയ്യാറ്. അതിന് വേണ്ടിയിട്ടാണ് പറമ്പിലോട്ട് എപ്പോഴും ഓടാറ് കേട്ടോ. നിങ്ങളൊക്കെ ഈ പൂവ് കണ്ടിട്ടുണ്ടോ? എൻ്റെ ചെറുപ്പത്തിലൊന്നും അത്ര നോട്ടം കൊടുക്കാതിരുന്ന കുറേ ജീവജാലങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നോട്ടീസ് ചെയ്യാറുണ്ട്. അട്ട, പഴുതാര, തേരട്ട, ഈ ഒച്ച്, ഇതൊക്കെ ഞാൻ പണ്ടൊന്നും ഇതിനത്ര നമ്മളത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ആയിടണോ എനിക്കറിയത്തില്ല. എനിക്ക് പിന്നെ തിരുവനന്തപുരം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പഴവങ്ങാടിയും പിന്നെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവും എല്ലാം ഒന്ന് കണ്ട് കറങ്ങി വന്നു. ഇത് പഴവങ്ങാടിയിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു വളരെ കെയോട്ടിക് ബിസി സ്ട്രീറ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ കുറേ നേരം നിന്നു. വൈകുന്നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ തൊട്ടടുത്ത് ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവിടെ നിന്നൊരു അടിപൊളി പഴംപൊരിയും ചായയും കുടിച്ചു. പിന്നെ കുറേ നേരം അങ്ങനെ നിന്നു. ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ഭക്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിനൊക്കെ കൂടുതൽ കുറേ മനുഷ്യർ, പിന്നെ കുറേ ഫോട്ടോഷൂട്ടുകാർ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഈ അമ്പലത്തിൻ്റെ മുമ്പിലൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ. അങ്ങനെ കുറേ ആൾക്കാർ. ഞാൻ താമസിച്ചിരുന്നത് ശംഖുമുഖം ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീച്ചിലോട്ട് നടക്കാനൊക്കെ പോയി. സത്യം പറഞ്ഞാൽ പണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഞാൻ അതിശയിച്ച് പോയി. കാരണം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് പ്ലെയിൻ, വളരെ പെയിലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് പറയുക, അത്ര കളർഫുൾ അല്ലാത്ത, അധികം മനുഷ്യരൊന്നും ഇല്ലാത്ത, എന്തൊക്കെയോ മിസ്സിങ് ആയിട്ടുള്ള ഒരു സ്ഥലം പോലെ എനിക്ക് വല്ലാതെ തോന്നി. എനിക്കത് എൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിയില്ല. സംഹൗ ഐ ഫെൽറ്റ് സംതിങ് വാസ് മിസ്സിങ് ഇൻ ദാറ്റ് ബീച്ച്. സാധാരണ ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ കുറേ മനുഷ്യർ നടക്കാൻ വരിക, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസത്തെ പരിപാടിയായിരുന്നു കേട്ടോ. ഒരു ദിവസം രാവിലെ പോയി, അടുത്ത ദിവസം രാവിലെ തിരിച്ചെത്തി, അത്രേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഞാൻ പോയ ഫ്ലൈറ്റിൽ ഞാൻ കൂടുതൽ കണ്ടതും ആദ്യമായിട്ടൊക്കെ ഫ്ലൈറ്റ് കയറിയ ആൾക്കാരായിരുന്നു. കുറേ പ്രായമായ അച്ചച്ചന്മാരും അമ്മമാരും ഒക്കെ. എനിക്ക് അവരെയൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ആ ഒരു എക്സ്പീരിയൻസ് അവരുടെ ഫേസിൽ കാണുമ്പോൾ നമുക്കെന്തോ ഒരു സന്തോഷമല്ലേ. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു ദിവസത്തെ തിരുവനന്തപുരം ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും നമുക്കൊരു പുതിയ അതിഥി കൂടെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 ദിവസത്തെ അവധിക്ക് വേണ്ടിയിട്ടാണ് നാട്ടിലോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ച് വരാനുള്ള സമയമായി. കാനഡയിലെ വാൻകൂവറിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ മുന്നത്തെയുള്ള വീഡിയോസ് കണ്ട ആൾക്കാർക്ക് കുറച്ചൊക്കെ അറിയായിരിക്കും. വാൻകൂവറിൽ ഞാൻ ലാൻഡ് ചെയ്ത പാടെ തന്നെ ഒരു ചെറിയ ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ നിന്ന് തിരിച്ച് വന്നതിൻ്റെ ഒരു സങ്കടം തീർക്കാനായിട്ട് അടുത്തൊരു കുട്ടി ട്രിപ്പ്. വാൻകൂവറിൽ കുറേ സെറ്റ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. അതിലൊരു ഐലൻഡിലോട്ട് നമ്മുടെ മെയിൻ ലാൻഡിൽ നിന്ന് ഫെറി കയറി പോയി ഒരു കുട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പ്ലാൻ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്താണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ ഫെറിയിൽ കയറി ഐലൻഡിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നീല വളരെ ഇഷ്ടമാണ്. ഈ കടലിന്റെ നീല, ആകാശത്തിന്റെ നീല. ഈ ഒരു ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേവറേറ്റ് കളേഴ്സ് ഏതൊക്കെയാണ്. പച്ച, നീല, മഞ്ഞ. കാരണം ഇതിൽ മൊത്തം നിൽക്കുന്നത് കുറേ ബ്ലൂവും കുറേ ഗ്രീനും കുറേ യെല്ലോയും ആയിരിക്കും. ബിക്കോസ് ദീസ് ആർ മൈ ഫേവറേറ്റ് കളേഴ്സ്. എനിക്ക് തോന്നിയിരിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് പറയട്ടെ. പ്രായമാവും തോറും നമ്മളുടെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ കൂടുമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിൽ ഞാൻ വളരെ ലാഘവത്തോടെ മൈൻഡ് ചെയ്യാതിരുന്ന കുറേ കാര്യങ്ങൾ, വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാനിപ്പോൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആ ഐലൻഡ് ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഇതുപോലുള്ള കുട്ടി കുട്ടി ബീച്ചുകളിലാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും, എസ്പെഷ്യലി ബീച്ചുകളുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരെണ്ണം ബീച്ചിലാണ്. എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല. എസ്പെഷ്യലി അവിടെയുള്ള സൺസെറ്റുകൾ എന്ന് പറയുന്നത്
എപ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിലും സ്വപ്നത്തിലും അതേപോലെ തന്നെ ചില വിൻഡോസിൻ്റെയൊക്കെ വാൾപേപ്പറിൽ കാണുന്ന പോലെയുള്ള ഇമേജസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരിക്കലും കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അത്ര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഏതായാലും ഐലൻഡിൽ വന്നാലേ വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു. അതുകൊണ്ട് ചെരുപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് നടന്നപ്പോൾ എന്ത് സുഖമായിരുന്നു എന്നറിയോ. ആ പച്ചപ്പിൽ ആ ചെറിയ രാവിലെ തന്നെയുള്ള വെള്ളത്തുള്ളികളൊക്കെ ഉള്ള ആ ഗ്രാസിക്ക് അവിടെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ആട്ടി, എങ്ങനെയാണ് പറയുക, എന്നെ സുഖമായിരുന്നു. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു അർബൻ സ്പേസിൽ താമസിക്കുമ്പോൾ ഇതൊക്കെ വളരെ റെയറായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ ഇങ്ങനെ ബീച്ചിൽ വെള്ളത്തിൽ കൊണ്ട് നടക്കുക, ഇതിനൊക്കെ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഒരു ബിസി സ്കെഡ്യൂളിൽ, അല്ലേ? സംഹൗ ഐ ഗോട്ട് ടൈം ആൻഡ് ഐ വാസ് ഏബിൾ ടു ഡു ദീസ് തിങ്സ് ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ. അത്രയേ ഉള്ളൂ. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ സിറ്റിയിൽ താമസിക്കുന്നുണ്ടായിരിക്കാം, ഇങ്ങനെ പച്ചപ്പും ഹരിതാഭയും കാണുമ്പോൾ വല്ലാത്തൊരു ഒരു ഫ്രഷ്നെസ്സും അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മൈൻഡൊക്കെ തരും, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? ഈ ഐലൻഡിൻ്റെയും പ്രത്യേകത അത് തന്നെയായിരുന്നു കേട്ടോ. ലൈക്ക് ഔട്ട് ഇൻ ദ വൈൽഡ്. അതുപോലെ നമ്മളിങ്ങനെ ആരും ഇല്ലാത്തൊരു കാട്ടിലൊക്കെ ഇരിക്കുക, അടിപൊളിയല്ലേ? അടുത്ത് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഗാർഡനിലോട്ടാണ് പോകുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര മൈൻഡ് ചെയ്തിരുന്ന ചില ക്രീച്ചേഴ്സായിരുന്നു ഈ ചിത്രശലഭങ്ങൾ. ഈ ഒരു ഗാർഡനിൽ ഇത്രയും അടുത്ത് ഇത്ര കളർഫുള്ളായിട്ടുള്ള ബട്ടർഫ്ലൈസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇഗൈൻ എന്തോ വളരെ സന്തോഷം തോന്നി. ഈ ബട്ടർഫ്ലൈസിന് ആകെ 2 ആഴ്ചത്തെ ലൈഫുള്ളൂ കേട്ടോ. പക്ഷേ അതിൻ്റെ ബ്യൂട്ടി എന്താണെന്നറിയോ, അതുങ്ങൾക്ക് ആ 2 ആഴ്ചത്തെ ലൈഫുള്ളൂ എന്ന് അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ദേ ആർ ജസ്റ്റ് ഫ്രീ ആൻഡ് ലിവിങ് ദെയർ ലൈഫ്. നമുക്കിപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പോവുള്ളൂ എന്നൊക്കെയുള്ള ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ തലയിലുണ്ടല്ലോ. നമുക്ക് ബുദ്ധി ഇച്ചിരി കൂടിപ്പോയല്ലോ. അതിൻ്റെ വറിയാണ് നമുക്കുള്ളതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ലൈക്ക് പീപ്പിൾ ആർ വറീഡ് അബൌട്ട് ഡെത്ത് ഓർ പീപ്പിൾ ആർ വറീഡ് അബൌട്ട് വാട്ട് ഈസ് ഗോണ ഹാപ്പൻ ടു മൈ ലൈഫ്. പക്ഷേ ഈ ജീവികൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ബട്ടർഫ്ലൈ ഗാർഡൻ്റെ തൊട്ടടുത്ത് തേടാൻ നോക്കിയപ്പോൾ ഒരു കറുത്ത കുട്ടി മുയൽ. അതുങ്ങൾക്ക് ആരും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുങ്ങളിതുപോലെ എത്ര പേരെ കാണുന്നത് ഒരു ദിവസം. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് തിരിച്ച് മെയിൻലാൻഡിലോട്ട് വാൻകൂവറിലോട്ട് പോകാനുള്ള സമയമായി. സോ അത് എഗെയിൻ നമ്മൾ ഫെറി തന്നെയാണ് പോകുന്നത്. വി ഡ്രോവ് എ കാർ. എന്നാൽ കാറ് ഈ ഫെറിയിൽ കയറ്റി, നമ്മുടെ നാട്ടിൽ ജങ്കാറൊക്കെ ഇല്ലേ, അതേപോലെ ജങ്കാറിൽ കയറ്റി നമ്മൾ തിരിച്ച് മെയിൻലാൻഡിലോട്ട് പോകും. എനിവേ ഇറ്റ് വാസ് എ ഫൺ വെക്കേഷൻ, വെരി പീസ്ഫുൾ, ഹാഡ് എ ലോട്ട് ഓഫ് ഫുഡ്. ഫുഡടി മുഖ്യം ആണല്ലോ ഹോബിക്കില്ലേ. നമ്മുടെ ഈ ക്രൂസിലും ഫുഡ് കിട്ടും കേട്ടോ. അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ്. എനിവേ ഇറ്റ് വാസ് എ ഫൺ ടൈം. നാട്ടിൽ നിന്ന് 6 ദിവസം കഴിഞ്ഞ് വന്ന് എഗെയിൻ ഒരു ഗെറ്റ് അവേ ട്രിപ്പിന് ഈ ഐലൻഡിലോട്ട് വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ആൻഡ് ഹോപ്പ് യു ഗൈസ് ഓൾ എൻജോയ്ഡ് മൈ വീഡിയോ. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സ്നിപ്പെറ്റ്സ് എനിക്ക് എടുക്കാൻ പറ്റി, അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റി. എൻ്റെ കുറച്ച് തോട്ട്സൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഐ ഹോപ്പ് ഐ ക്യാൻ ബ്രിങ് ന്യൂ വീഡിയോസ്. അറിയത്തില്ല. സോ ta-ta.